എൻ്റെ പേര് ഡോക്ടർ ജെൻസി ബ്ലെസൻ. കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ജുവൽ ഓട്ടിസം സെൻ്ററിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറാണ്. ഞാനിവിടെ തിരുവല്ല സുദർശനം ഹോസ്പിറ്റലിൽ വരാനിടയായി. എൻ്റെ പേരൻസാണ് എൻ്റെ കാരണം. അമ്മയ്ക്ക് ലോങ് ടേമായിട്ട് ഡയബറ്റിക് ആണ്. ഡയബറ്റിക് മാക്യുലോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അപ്പോൾ പല ഹോസ്പിറ്റൽസിൽ പോയപ്പോൾ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഇല്ല എന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പോൾ മന്ത്ലി ഒരു ഇഞ്ചെക്ഷൻ ടെമ്പററി ആയിട്ട് എടുക്കാം, അല്ലാതെ ഇതിനൊരു ലോങ് ടേം ഇതില്ല, ക്യൂർ ഇല്ല, അല്ലെങ്കിൽ ഇത് കണ്ടീഷൻ ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അറിഞ്ഞത്. കാരണം അമ്മയ്ക്ക് ബേസിക്കലി വലിയ ലെറ്റേഴ്സ് പോലും വായിക്കാനോ തിരിച്ചറിയാനോ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫാദറിനും ഓൾമോസ്റ്റ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സുദർശനം ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ വെൽനെസ് ആയാലും ട്രീറ്റ്മെൻ്റ് ആയാലും ഐ ഫോക്കസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആയുർവേദ ഫീൽഡിൽ നോളജ് ഉള്ള ഡോക്ടർ ഗൂഗിളുണ്ട്, ഡോക്ടർ ചിത്ര ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ സീനിയറായിട്ട് ഈ ഫീൽഡിൽ ഒരുപാട് അറിവുള്ള ആൾക്കാരാണ്. കാരണം ആയുർവേദത്തിൽ ഇപ്പോൾ നമ്മൾ ശരിക്കും, ഞാൻ എപ്പോഴും ഞാനും വെൽനസ് ട്രീറ്റ്മെൻറ്റ് എല്ലാ വർഷവും പോകുന്ന ഒരാളാണ്. കണ്ണും നമ്മുടെ എല്ലാ അവയവങ്ങളും പോലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വെൽനസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ പോലും കണ്ണിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പം ഞങ്ങളെ പോലെയുള്ള ജനറേഷൻ വർക്ക് വൈസും അല്ലാതെയും ഒരുപാട് തിരക്കിലാണ്. അപ്പം വെൽനസ്സിന് പോകുമ്പോൾ ഇതിനൊരു ഇമ്പോർട്ടൻസ്, ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അവയവം കണ്ണാണ്. മൊബൈലായാലും TV ആയാലും എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം. അപ്പം അതിൻ്റെ കെയറും കൂടെ നമ്മൾ വളരെ നന്നായിട്ട് എടുക്കണം. അപ്പം അമ്മയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ വീണ്ടും 8th ഡേ കഴിഞ്ഞ് വിഷൻ ചെക്ക് ചെയ്തപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഒട്ടും വായിക്കാൻ പറ്റാതിരുന്ന ലെറ്റേഴ്സൊക്കെ വായിച്ചു തുടങ്ങി. ശരിക്കും ഇതൊരു, ഞാൻ തന്നെ അറിയുന്ന ഇപ്പോൾ 3 hours എടുക്കും ഐയുടെ കംപ്ലീറ്റ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എവറി ഡേ. അത് വളരെ സിൻസിയറായിട്ട് അവർ ആ പ്രൊസീജിയർ ഫോളോ ചെയ്ത്, ഇവിടുത്തെ എല്ലാ ലെവലിലുള്ള സ്റ്റാഫും വളരെ സിൻസിയറായിട്ടാണ് എഫേർട്ട് എടുക്കുന്നത്. ഇങ്ങനൊരു ഡോക്ടേഴ്സിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും, ഇത്രയും ഒരു ആർക്കും പറ്റാത്തൊരു ഏരിയ, പ്രത്യേകിച്ച് ആയുർവേദ ഐ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു ഏരിയ വളരെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ ഞാനിവിടെ മീറ്റ് ചെയ്തു, US പല സ്ഥലത്തു നിന്നുള്ളവർ. അവരെല്ലാം വളരെ പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തിനെ പറ്റി അറിയാൻ കഴിഞ്ഞതിൽ. ഫ്യൂച്ചറിൽ ഒരുപാട് ജനറേഷൻസിന് ഇത് യൂസ്ഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഡോക്ടർ എന്നോട് ഫീഡ്ബാക്ക് ചോദിച്ചു ട്രീറ്റ്മെൻറ്റ് തീർന്നപ്പോൾ. ഫീഡ്ബാക്കിൽ എനിക്ക് അങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ഇത് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാം, എനിക്ക് ഒത്തിരി പോസിറ്റീവ് ഫീഡ്ബാക്സ് ആണ് ഉള്ളത്. അങ്ങനെ ഒരു നെഗറ്റീവ്, പിന്നെ ട്രീറ്റ്മെൻറ്റിന് ആൾക്കാർ കൂടുമ്പോൾ ചെറിയൊരു വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടാവും രാവിലെയൊക്കെ, അത് മാത്രമേ ഉള്ളൂ. അത് അല്ലാതെ നമുക്കതൊരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ തന്നെ സ്റ്റാഫ് അത് മാനേജ് ചെയ്ത് തരുന്നുണ്ട്. അല്ലാതെ വളരെ പോസിറ്റീവ് ഫീഡ്ബാക്ക് മാത്രമേ ഉള്ളൂ. ഓവറോൾ ക്യാമ്പസ് നല്ലതാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം, ക്യാൻറ്റീനുണ്ട്, വെജിറ്റേറിയൻ ഫുഡാണ്, വളരെ ക്ലീൻ ആൻഡ് ഹൈജീനിക് ആണ്. കിച്ചൺ, നമുക്ക് കിച്ചൺ പോയി നോക്കാം, അത്രയും ഫ്രീഡം ഇവിടെ ഉണ്ട്. സേഫാണ്. രാത്രിയാണെങ്കിലും നമുക്ക് സേഫായിട്ട് ഒറ്റയ്ക്ക് വന്നാലും നമുക്കൊരാൾക്ക് സ്റ്റേ ചെയ്യാം. നല്ല നേച്ചർ ഫ്രണ്ട്ലി ഒരു സ്ഥലമാണ്. താങ്ക് യു.